അപ്പോൾ 520 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്നതിൻ്റെ ഇടക്ക് അവിടെ ജോലിക്കാരനായി ജോയിൻ ചെയ്യുകയാണ് ആര്, ഈ പറയുന്ന CJ റോയ്. നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് മരണപ്പെട്ടതുമായിട്ടുള്ള ദുരൂഹതകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമായ കാര്യമല്ല. നമ്മൾ കണ്ടതും കേട്ടതുമായ ഒരു CJ റോയ് അല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെ ക്രൈം ഓൺലൈൻ ചാനലിന് വേണ്ടി രതീഷ് ചക്രപാണി നൽകിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് തുടക്കത്തിൽ കൊടുത്തെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടി ഞാൻ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. അതായത് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് കൃഷ്ണൻ നമ്പൂതിരിയുടെ KRIയും അതുപോലെ ലതയുടെ അതിലും കൂടി ചേർത്തിട്ടുള്ള ക്രിസ്റ്റൽ ഗ്രൂപ്പിലാണ്. ആ കമ്പനി വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയിരുന്നു. ഏതാണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് 1999 2000 ലോഞ്ച് ചെയ്യുന്നത്. അദ്ദേഹം കെൽട്രോണിലൊരു എഞ്ചിനീയർ ആയിരുന്നു, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. വിദേശത്ത് പോയി അവിടെ ജോലിയെടുത്ത് കുറേ സമ്പാദിച്ച പണവുമായിട്ട് വന്നിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി ഏതാണ്ട് 3ാമത്തെ വർഷം എത്തുമ്പോൾ തന്നെ ഏതാണ്ട് 300 കോടി രൂപ ടേൺ ഓവറും 5ാമത്തെ കൊല്ലം എത്തുമ്പോഴേക്കും ഏതാണ്ട് 520 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ 520 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്നതിൻ്റെ ഇടക്ക് അവിടെ ജോലിക്കാരനായി ജോയിൻ ചെയ്യുകയാണ് ആര്, ഈ പറയുന്ന CJ റോയ്. അപ്പോൾ അന്ന് ഡോക്ടർ അല്ല കേട്ടോ, അന്ന് പുള്ളി വെറും CJ റോയ് ആണ്. പിന്നെ മറ്റേ കോൺസുലേറ്റ് ജനറലും ആയിട്ടില്ല. അപ്പോൾ അത് രണ്ടും ഇല്ലാതെ പുള്ളി ജോയിൻ ചെയ്യുകയാണ്. ആ ജോയിൻ ചെയ്തതിന് ശേഷം പുള്ളി പക്ഷേ ഗംഭീരമായി അവിടെ ജോലി ചെയ്തിരുന്നു. ആ ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ കമ്പനികളിലൊക്കെ സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ തന്നെ ചില കമ്പനികളിലെ ആളുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഷെയർ നമുക്ക് തരാം, നമുക്ക് ഡയറക്ടർ ബോർഡിൽ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം ചിലപ്പോൾ ആ കമ്പനിക്ക് എന്തെങ്കിലും ലയബിലിറ്റി വന്നാലോ നമ്മുടെ നിലവിൽ കൂടിയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഒരു 2-3 സ്ഥലങ്ങളിലെങ്കിലും ഞാനങ്ങനെ ഏറ്റെടുക്കാതിരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അത്തരത്തിലൊരു പാർട്ട്ണറായി ജോയിൻ ചെയ്തു. ഇനി അതിനുശേഷം ഇത് 2005 അവിടെ ഒരു വില്ല പ്രൊജക്റ്റ് ഉണ്ട് ഇവരുടെ. ആദ്യം ഇദ്ദേഹം റിസോർട്ട് മാനേജർ ആയിരുന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ, പിന്നെയാണ് പ്രൊജക്റ്റിൻ്റെ മാനേജറായി മാറുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ വിശ്വസിച്ച് നിരവധി കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റോയി ആണ് അവർക്ക് വേണ്ടി സ്ഥലം മേടിക്കുന്ന ലെവലിലേക്കൊക്കെ എത്തിയിരുന്നു. അതായത് പ്രോപ്പർട്ടികളെല്ലാം മേടിക്കുന്ന, എല്ലാം നോക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു. അതിൻ്റെ പിന്നിലുള്ള കാരണം കുറച്ച് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ലത എന്ന് പറയുന്ന അവിടുത്തെ ഫിനാൻസ് നോക്കുന്നത് അവരായിരുന്നു. അതുപോലെ പ്രൊജക്റ്റും അതുപോലെ തന്നെ ഓപ്പറേഷൻസും മാർക്കറ്റിങ്ങും ഒക്കെയാണ് ആര്, ഈ കൃഷ്ണൻ നമ്പൂതിരി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം അത് നോക്കാൻ വേണ്ടി വന്നപ്പോൾ അത് കുറച്ചും കൂടി വലിയ അടുപ്പം ഈ ലതാ നമ്പൂതിരിയുമായിട്ടൊക്കെ ഉണ്ടായി. അതായത് എന്താണ്, കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യയായിട്ടുള്ള ലതാ നമ്പൂതിരിയായിട്ട് CJ റോയ്ക്ക് നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അടുപ്പമുണ്ടായി എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. അതായത് ഇവരുടെ ഒരു വില്ല പ്രൊജക്റ്റിലെ ക്ലബ് ഹൗസ് ഉണ്ട്. ആ ക്ലബ് ഹൗസിൽ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അത് അവിടെ അന്നൊരു പോലീസ് ഒരു പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധന നടക്കുമ്പോൾ അതിൽ റോയി പെടുന്നൊരവസ്ഥയുണ്ടായി. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകണ്ട, ആ റോയി പെടുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ റോയി പെടുന്നൊരവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ അന്നത്തെ പോലീസ് കമ്മീഷണറായിരുന്ന ഒരാൾ, അദ്ദേഹം യഥാർത്ഥത്തിൽ റോയിനോട് കുറച്ചുകൂടി കാര്യങ്ങൾ, റോയിനോടല്ല ഈ നമ്പൂതിരിയോട് കുറെ കൂടി കാര്യങ്ങൾ എന്ത് ചെയ്തു, അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ജീവിതം തന്നെ തകർന്നു പോകാൻ തക്ക കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, അവതരിപ്പിച്ചത്. അപ്പൊ അതിനുശേഷമാണ് റോയി അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ റോയിനെ അവിടെ നിന്ന് പുറത്താക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ റോയിനെ ഇതൊക്കെ നേരത്തെ തന്നെ ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ, ആരും പറയുന്നില്ലെന്ന് മാത്രമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങനെ പുറത്താക്കിയതിന് ശേഷം ശരിക്കും എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയി പല ഇന്റർവ്യൂകളിൽ ഇരുന്ന് പറയുന്നത്, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇത് മിണ്ടാതിരുന്നാ പോലെ ഞാൻ പറ്റിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റോയ് പറയുന്നത് ചോദിച്ച എല്ലാം അവർക്ക് കൊടുത്തു എന്നാണ്. അങ്ങനെ ആരെങ്കിലും കൊടുക്കും? റോയ് പറയുന്നത് ഓൺ ഗോയിങ് പ്രൊജക്ട് എല്ലാം വേണം എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം അങ്ങോട്ട് എന്ത് ചെയ്തു, കൊടുത്തു. അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു. അതാണ് ഇനി ഓക്കെ ഓൺ ഗോയിങ് പ്രൊജക്ട് എല്ലാം വേണം എന്ന് പറഞ്ഞു. അപ്പൊ വേണ്ടാതെ കിടന്ന സ്ഥലങ്ങളാണ് 6000 രൂപ മേടിച്ച സർജാപൂരിലേക്ക് സ്ഥലങ്ങൾ. അതെന്ത് ചെയ്തു, റോയ്ക്ക് കൊടുത്തു. അപ്പൊ റോയ് അത് മാത്രം മേടിച്ചിട്ട് റോയ് എന്ത് ചെയ്തു, ഇറങ്ങിപ്പോന്നു. കാരണം അതിന് റോയ് പറയുന്ന ഒരു കാര്യം, റോയിയുടെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, കാരണം ലോക്കൽ സപ്പോർട്ട് എല്ലാം റോയിക്കാണ്. കാരണം റോയ് ആണ് ഈ കൈക്കൂലി കൊടുക്കൽ എല്ലാ ആളുകളായിട്ട് ഡീൽ ചെയ്യുന്നത്. റോയ് അത് മാത്രമല്ല ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ലോക്കൽ സപ്പോർട്ടും പൊളിറ്റീഷ്യൻസ് സപ്പോർട്ടും എല്ലാം നിങ്ങൾക്കാണ്. പുള്ളി നമ്പൂതിരി ഇത്തിരി വീക്കാണ്, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, എല്ലാം വളരെ ദാനധർമ്മിഷ്ഠനായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കൊടുത്തു. അതിന്റെ ആവശ്യമില്ല, അത് ആരും എടുക്കാതെ കിടന്ന സർജാപൂരിലേക്ക് ലാൻഡ് മാത്രം പുള്ളി എടുത്തു എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ ആളുകൾ പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ ബിനാമി പേരുകളിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വേണ്ടി മേടിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ അങ്ങനെ കൈക്കലാക്കിയത് വാങ്ങിക്കൂട്ടിയിരുന്നു എന്നാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ നമുക്ക് സഹിക്കാമല്ലോ ഗൗതം, ഇതൊക്കെ പോട്ടെ നോക്കാം. പക്ഷേ
നമ്മൾ ഈ ഓവർ തള്ള്, ഞാൻ ഇതിനു മുമ്പേ ഈ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ തള്ള് കേട്ടപ്പോൾ എന്റെ കണ്ണുകളിൽ പോയി. അതെന്താ വെച്ചാൽ ഇദ്ദേഹം ചോദിച്ചു, അതായത് എത്ര എംപ്ലോയീസിനെ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് വേണ്ടാത്ത എംപ്ലോയീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അത്രക്കൊക്കെ മഹാനാവൂ ഒരാള്. അപ്പൊ ഓക്കെ, പുള്ളി പറഞ്ഞു, നമ്പൂതിരി പറഞ്ഞു എനിക്ക് വേണ്ടാത്ത 35 എംപ്ലോയീസ് ഉണ്ടെന്ന് പറഞ്ഞു, ബാക്കിയുള്ള എല്ലാ എംപ്ലോയീസിനും എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടാത്ത 35 എംപ്ലോയീസുമായിട്ട് പോയാണ് പുള്ളി കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങിയത്. ഇവിടെ നിർത്തിയില്ല. ഒരു പടി കൂടി കിടന്ന് അടുത്ത ഡയലോഗ്. കൂടാതെ ഇദ്ദേഹത്തിന്റെ കയ്യിലെ കാശ് കൊടുത്ത് ഒരു ഈവനിങ് ഒരു പാർട്ടി എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടിയിട്ട് ആ പാർട്ടിയിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരും ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് വിട്ടു പോകരുതെന്ന് എന്ത് ചെയ്തു. അതായത് മദർ തെരേസയേക്കാളൊക്കെ വലിയ നന്മമരമായി മഹാനാണ്. മനസ്സിലായി? ഈ നന്മമരങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ചില അതിലെ അച്ചായൻ എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ് അടുത്ത്. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു പറയുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ഞാൻ ശരിക്കും ഞാൻ അവിടെ വെച്ച് ആ ഇന്റർവ്യൂ നിർത്തി. കാരണം പിന്നെ കേൾക്കണ്ടല്ലോ. കാരണം വെച്ചാൽ ഇതിൽ നമ്മളൊരു 5% സത്യം ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കേണ്ടായിരുള്ളൂ. അപ്പൊ അത് നിർത്തി. അതിനുശേഷമാണ് ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് കേട്ടല്ലോ. അതായത് 500 കോടി രൂപ 5 വർഷം കൊണ്ട് വർധനയുണ്ടാക്കി വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കുതിച്ചു കയറിയ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ഒന്നാകെ വിഴുങ്ങിക്കൊണ്ടാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങൾ, എഗ്രിമെൻ്റ് ചെയ്ത സ്ഥലങ്ങളെല്ലാം തട്ടിയെടുത്ത് അവിടെയുള്ള വിദഗ്ധരായ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ മുഴുവൻ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങിയത് എന്നുള്ളതാണ് കൃത്യമായി അദ്ദേഹം പറയുന്നത്. അതായത് പണം മുടക്കിയത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഉടമ കൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹം ചോര നീരാക്കി ഗൾഫിൽ പോയി ഉണ്ടാക്കിയ പണം ഇൻവെസ്റ്റ് ചെയ്താണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. 3 വർഷം കൊണ്ട് 300 കോടിയും 5 വർഷം കൊണ്ട് 500 കോടിയും വിറ്റുവരവ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ വളർച്ച എത്രമാത്രമാണെന്ന് നമുക്കറിയാലോ. ഈ പണം ഉപയോഗിച്ച് വിവിധ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലെ ബിനാമി പേരിലും അതേപോലെ ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയായി CJ റോയുടെ പേരിലും ബാംഗ്ലൂരിലും പല ഭാഗങ്ങളിലായിട്ട് കണ്ണായ സ്ഥലങ്ങളായി മാറാവുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. എന്നിട്ടോ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് മാനേജറായി പ്രവർത്തിച്ചിരുന്ന ഭാര്യയെ അടക്കം അദ്ദേഹത്തിൻ്റെ കൂടെ ചേർത്തിക്കൊണ്ട് അദ്ദേഹം മുങ്ങി എന്നുള്ള കാര്യമാണ് ശ്രീ രതീഷ് ചക്രമണി പറഞ്ഞിട്ടുള്ളത്. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ കരുതലോടുകൂടി എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ മറ്റു ചാനലുകളെല്ലാം ഇത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വിട്ടു കഴിഞ്ഞു. എന്തിനാണ് എങ്ങനെയാണ് CJ റോയ് വളർന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അദ്ദേഹത്തിന് ഒരു ബോസ് ഉണ്ടായിരുന്നു. ആ ബോസായിരുന്നു ഇൻ്റർനാഷണൽ ലെവൽ ബന്ധമുള്ള അദ്ദേഹമായിരുന്നു പണം മുടക്കിയിരുന്നത്. ഈ കഴിഞ്ഞ 3 മാസമായി റോയിയെക്കുറിച്ചുള്ള ചില ഇടപാടുകൾ കൃത്യമായി കണ്ടെത്തിയിരുന്നു. UAE ഗവൺമെൻറ് തന്നെ 3 മാസം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ലെറ്റർ കൊടുത്തിരുന്നു. ആ ലെറ്ററിൽ കൃത്യമായി പറയുന്നത് അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ദുബായിലും അതേപോലെ UAEയിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പുതിയ പല പദ്ധതികൾക്കായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം കൂടുന്തോറും അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ദുരൂഹതയുണ്ട്. ഇതിന് എവിടെ നിന്നാണ് പണം കിട്ടിയത്? ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റിൽ നിന്നുള്ള വരുമാനമാണ്, ലാഭമാണ് ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് UAE ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു കത്ത് കൊടുക്കുന്നത്. ആ കത്ത് പ്രകാരമുള്ള അന്വേഷണം CBI, ഇൻകം ടാക്സും അതേപോലെ എൻഫോഴ്സ്മെൻറ്റും ഒരേ സമയത്ത് ആരംഭിച്ചു. അദ്ദേഹത്തെ 3 മാസം മുമ്പ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പല തവണയും അദ്ദേഹം ഒഴിഞ്ഞു മാറി. അവസാനം കഴിഞ്ഞ 29-ാം തീയതി അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയമായി. ചോദ്യം ചെയ്യലിലെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കുടുങ്ങിക്കഴിഞ്ഞു. പിറ്റേ ദിവസം അതായത് 30-ാം തീയതി എല്ലാ രേഖകളുമായി വരണമെന്നാണ് ഈ ഇൻകം ടാക്സ് പറഞ്ഞത്. പക്ഷേ 30-ാം തീയതി അദ്ദേഹം വരുമ്പോഴൊന്നും തന്നെ ഇൻകം ടാക്സുകാർ 8 പേർ കേരളത്തിൽ നിന്ന് വന്ന കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ റോയിനെ കണ്ടിരുന്നില്ല. അവർ താഴെ നിലയിലായിരുന്നു. അവരുടെ രേഖകളെല്ലാം പരിശോധിക്കുകയായിരുന്നു. അവർ ക്വസ്റ്റ്യൻ തയ്യാറാക്കുകയായിരുന്നു. 4 മണിക്ക് ക്വസ്റ്റ്യൻ തയ്യാറാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടെ റോയ് വരുന്നു. നേരെ ജോസഫിൻ്റെ കൂടെ MD ആയ ജോസഫിന് കൂടെ മുകളിൽ 1-ാം നിലയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെ എത്തിയിട്ട് ക്യാബിനിലേക്ക് പോയി
സെക്യൂരിറ്റിനോട് പറയുന്നു എന്നെ ശല്യം ചെയ്യരുത്, കുറച്ച് നേരത്തേക്ക് കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അകത്ത് പോകുന്നു. പിന്നെ കണ്ടത് വാതിലടച്ച് തുറക്കാത്തതിനെ തുറന്ന് പലതവണ ശബ്ദമുണ്ടാക്കിയെങ്കിലും തുറക്കാത്തതിനെ തുറന്ന് ചവിട്ടി തുറന്ന് അവസാനം അദ്ദേഹം അവിടെ കണ്ടത് വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന സിജെ റോയിനാണ്. സിജെ റോയ് നേരിട്ട് വെടിവെക്കില്ല എന്നുള്ളത് തോന്നാൻ കാരണം അദ്ദേഹത്തിന് തലയ്ക്കല്ല വെടിവെച്ചത്, നെഞ്ചത്ത് ഏറ്റു എന്നുള്ളത് കൊണ്ടാണ്. അത് അവിടെ CCTV ദൃശ്യങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ വാതിൽ തുറന്നിരുന്നുവോ വാതിൽ തുറന്നിട്ടില്ലയോ ഒന്നും നമുക്കറിയില്ല. അദ്ദേഹത്തിന് ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിലും ആത്മഹത്യാക്കുറിപ്പ് ഈ ക്യാബിന്നോ അല്ലെങ്കിൽ അവിടെയുള്ള എവിടെയെങ്കിലും സുരക്ഷിത സ്ഥലത്തുനിന്നോ ഒന്നല്ല അദ്ദേഹത്തിന്റെ ക്യാബിൽ നിന്ന് ഒന്നല്ല കിട്ടിയുള്ളത്. അപ്പം ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് എന്ന് തോന്നലുള്ള ഡയറി കുറിപ്പ് കൃത്യമായി അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള കടങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന് പണം ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്ന സുപ്രധാനമായ ആള്, ആ ആളെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ആര്? എൻഫോഴ്സ്മെന്റും ഈ IT-യും ചോദ്യം ചെയ്തിരുന്നു. കൃത്യമായി ഈ പറയുന്ന റോയ്ക്ക് പണം കൊടുത്തതിൻ്റെ വ്യക്തമായ കണക്കുകളാണ് കൊടുത്തത്. അതായത് റോയുടെ ഭാഗത്തുനിന്ന് റോയിൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ ഒറ്റ കൊടുത്തു എന്ന് വേണമെങ്കിൽ കരുതാൻ പറ്റും. ആ ഒറ്റ കൊടുത്തത് വഴി കൃത്യമായി പണം കൊടുത്ത ആളുടെ അദ്ദേഹത്തിന് പണം ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളെ ചോദ്യം ചെയ്യുകയും അപ്പോൾ തന്നെ അവർ റോയെ അറിയിക്കുകയും ചെയ്തു, താങ്കളും കുടുങ്ങിയിരിക്കുന്നു, ഞാനും കുടുങ്ങിയിരിക്കുന്നു, രക്ഷപ്പെടാൻ യാതൊരു വഴികളുമില്ല. അതായത് ദുബായിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ സോഴ്സോ ഒന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കെ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യ ഗവൺമെൻറ് അതിന് മറുപടി കൊടുക്കണമെന്നുള്ള ലെറ്റർ കൊടുത്ത് അതിന് മറുപടിയും കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് റോയ് അകത്തായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള പൂട്ടാണ് വരാൻ പോകുന്നത് എന്ന് റോയ് മനസ്സിലാക്കി തന്നെയാണ് ആത്മഹത്യ ചെയ്തത് എന്ന് വേണം കരുതാൻ. ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊക്കെ പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും ബിസിനസ് ലോകം വലിയ തോതിൽ ഇത് ഞെട്ടിയിരിക്കുകയാണ്. അവർ ടോട്ടൽ ടെററിസം, അതായത് ടാക്സ് ടെററിസം എന്നുള്ള പേരിലാണ് ഇതിനെ പേരിട്ടുകൊണ്ട് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കൊക്കെ ലെറ്റർ അയച്ചിരിക്കുന്നതിന് പരിഹാരം വേണം, അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂരിലെ ബിസിനസ്സുകാരെ ഒരുമിച്ച് മെയിൽ അയച്ചിട്ടുണ്ട്. അത് ആ രൂപത്തിലാണ് അതിനെ കാണുന്നത്. എല്ലാ മേഖലകളിലും സിജെ റോയെക്കുറിച്ച് നമ്മൾ മുമ്പ് കേട്ടിരുന്ന എല്ലാം തന്നെ ഊതി വെറുപ്പിച്ച ബലൂൺ പോലെയുള്ള അല്ലാത്ത യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു പണമില്ല, പകരം മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് അദ്ദേഹം ആണ് ഈ തട്ടിപ്പിൽ ഒരു ക്രൈം ചെയ്തിട്ടാണ് അദ്ദേഹം വളർന്നത്. മുമ്പ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും വലിയൊരു ബിസിനസ്സുകാരൻ പെട്ടെന്ന് വളർന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതേ പിന്നിൽ ഒരു വലിയ ക്രൈം നടന്നിട്ടുണ്ടാകും, അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുണ്ടാകും. അത് പിടിക്കപ്പെടാതെ രൂപത്തിലുള്ള ക്രൈം ആയിരിക്കും, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി അദ്ദേഹം ഉണ്ടാക്കിയ പണമായിരിക്കും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചൊല്ല്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളതെന്ന് വളരെ കൃത്യമാണ്. കൃഷ്ണൻ നമ്പൂതിരി എന്ന പാവപ്പെട്ട ഒരു ബിസിനസ്സുകാരനെ ചതിച്ച് അദ്ദേഹം ഗൾഫിൽ പോയി ഉണ്ടാക്കിയ പൈസ ഉപയോഗിച്ച് തുടങ്ങിയ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ, അതായത് വലിയ തോതിൽ വളർന്ന് പന്തലിച്ച് കിടക്കുമ്പോഴാണ് റോയ് അവിടെ ചേരുന്നത്. ആ സമയത്ത് ഫിനാൻസ് മാനേജറായിരുന്നു ലത എന്ന് പറയുന്ന ഭാര്യ. ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ടാവുകയും അവിടെയുള്ള പ്രധാനപ്പെട്ട ജോലിക്കാരെ അടക്കം കൊണ്ടുപോവുകയും മാത്രമല്ല എഗ്രിമെന്റ് പല ഭാഗത്തും എഗ്രിമെന്റ് ഉണ്ടാക്കിയതെല്ലാം സ്വന്തമാക്കുകയും അങ്ങനെ അവിടെ നിന്നാണ് 5 പൈസ മുടക്കില്ലാതെ ഈ തട്ടിപ്പിലൂടെ സിജെ റോയ് വളർന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് രതീഷ് ചക്രപാണി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ. ആദ്യഘട്ടത്തിൽ കിട്ടിയ വിവരങ്ങളൊന്നല്ല പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ സംശയിക്കാവുന്ന കാര്യം ഇൻകം ടാക്സുകാരുടെ റെയ്ഡിൽ പേടിച്ചിട്ടാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഭീകരത കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം കോടാനുകോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതേപോലെ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൃത്യമായ തെളിവുകൾ കിട്ടിയതോട് കൂടിയിട്ടാണ് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് നിഗമനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ബാംഗ്ലൂർ പോലീസ് ഇൻകം ടാക്സുകാരുടെ പേരിൽ കേസെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.